ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂൽ വരാതിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ പിണക്കത്തിലാണ്. ആ ഒരു സെന്റിമെന്റലായ എപ്പിസോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് വേണ്ടി രേവതി, അതായത് സച്ചിയും രേവതിയും പിണക്കങ്ങളെല്ലാം മറന്ന് ഒന്നിക്കുന്ന ഒരു നിമിഷം നമുക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയുടെ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇടയ്ക്കുള്ള പ്രശ്നത്തിന് കാരണം ഇടുന്ന ശരത്താണല്ലേ. ശരത്ത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പോവുകയും അമ്മയുടെയും രേവതിയുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ നല്ല രീതിക്ക് ജീവിക്കുകയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതിന് പകരമായിട്ട് ശരത്ത് ആന്റണിയുടെ കൂട്ടുകൂടുകയും മാത്രമല്ല പലിശപ്പിരിവിനായി പോവുകയും ആളുകളെ ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേ ഒരു സാഹചര്യത്തിൽ ശരത്തിനെ കണ്ടു കഴിഞ്ഞാൽ സച്ചി എന്നല്ല ആരായാലും പ്രതികരിക്കൂലേ. എന്നാൽ ആ ഒരു പ്രതികരിച്ച കാരണം എന്താണെന്ന് സച്ചി പറയാതിരിക്കുന്നതാണ് ഇത്രയും വലിയ പ്രശ്നത്തിന് കാരണം ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ള കാര്യം രേവതിയോട് പറയുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. നമ്മുടെ രേവതിക്ക് സങ്കടമാവുന്നുള്ളത് ഓക്കെ, എന്നിരുന്നാലും ഇവരുടെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നില്ലേ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരുടെ പിണക്കത്തെ കുറിച്ച് പറഞ്ഞ് വെറുതെ ഞാൻ അങ്ങ് നീട്ടി വലിക്കുന്നില്ല. നമുക്ക് ഇവരുടെ ഇണക്കത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. നമ്മുടെ രേവതി പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് പരിചയത്തിലുള്ള ഒരു അമ്മയെ കാണുവാൻ കേട്ടോ. അപ്പൊ ഇവരോടായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നൊരു ഓട്ടോയിലാണ്, തിരിച്ച് എന്നോട് ഇവിടെ തന്നെ നിൽക്കാനാണ് ആ ഓട്ടോക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ ഒരു നല്ല മകനാണ്, എന്നെ സ്വന്തം അമ്മയെ പോലെയാണ് നോക്കിയെന്നൊക്കെ ഇങ്ങനെ രേവതിയോടായിട്ട് പറയുകയാണ്. അതിനുശേഷം രേവതി ശരി അമ്മ എന്നെ ഞാൻ പോയി പൂ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന സമയത്താണ് ഒരു ഓട്ടോ അവിടെ നിൽക്കുന്നത് കേട്ടോ. ഓട്ടോക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ സച്ചിയാണ്. അപ്പൊ സച്ചി ഈ അമ്മയോട് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് രേവതി വേഗം തിരിഞ്ഞു നോക്കാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന സച്ചിയാണെന്ന് കാണുമ്പോഴത്തേക്ക് രേവതി ഒന്ന് ഞെട്ടു കേട്ടോ. കാരണം സച്ചിയായിട്ട് കാർ ഓടിക്കുകയാണെന്നാണല്ലോ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് കാരണം കൊണ്ടായിരിക്കും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നുള്ള സംശയത്തിലാണ് രേവതി ഉള്ളത്. എന്നിരുന്നാലും അതേക്കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനായിട്ട് രേവതി ആ സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. എന്നാൽ പൂ മേടിക്കാൻ വന്നിരിക്കുന്ന അമ്മയോടുള്ള സച്ചിയുടെ പെരുമാറ്റവും അതേപോലെ തന്നെ തിരിച്ച് ഇരുവരും തമ്മിലുള്ള സ്നേഹം കാണുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്ട. കാരണം എന്തൊക്കെ പറഞ്ഞാലും സച്ചിയേട്ടൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് നമ്മുടെ രേവതിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്ന സമയത്താണ് അവിടെ വലിയൊരു ബോംബിന് തിരികിട്ട് വെച്ചിരിക്കുന്ന ശ്രുതി. അത് മറ്റൊന്നുമല്ല, ശ്രുതി ഓട്ടോ വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വണ്ടിയാണ് കേട്ടോ. സച്ചിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല വിളിക്കുന്നത്, എന്നാൽ യാദൃശ്ചികമായി തന്നെ സച്ചിയുടെ വണ്ടിയിൽ കയറുകയാണ്. ആ ഒരു സമയത്ത് മീരയും ഉണ്ടാവും. അപ്പോൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മീര ശ്രുതി പറഞ്ഞ പ്രകാരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാറല്ലേ ഓടിച്ചിരുന്നത്, പിന്നെന്താ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, എനിക്ക് അന്ന് കാർ ഓടിക്കാൻ തോന്നി, ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ തോന്നി, അതെന്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ സച്ചി തിരിച്ച് നല്ല മറുപടിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരെ പറഞ്ഞ സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് സച്ചി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് വേറൊരാൾ വന്നിട്ട് സച്ചി നീ എന്താ ഓട്ടോ ഓടിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ഏട്ടാ, എനിക്കൊരു അത്യാവശ്യമായതുകൊണ്ട് വണ്ടി കൊടുക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ മറ്റൊരാളുടെ ഓട്ടോ എടുത്ത് ഓടിക്കുകയാണെന്നൊക്കെ പറയുന്നത് ശ്രുതിയും മീരയും അറിഞ്ഞു നിന്ന് കേൾക്കാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി ഏത് വിധേനയും ഒരു വീട്ടിൽ വന്ന് ആന്റിയോടായിട്ട് പറയണം. ആന്റിയോട് പറഞ്ഞത് ഒരു വലിയ പ്രശ്നമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്ന് ചന്ദ്രയോട് ഈ വിവരം പറയുന്ന സമയത്ത് ചന്ദ്ര ആദ്യം ഒന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഈ സമയത്ത് ശ്രുതി പറയുകയാണ്, ആന്റിയുടെ വീടിന്റെ ആദരം പണയം വെച്ചിട്ടല്ലേ സച്ചിക്ക് വാഹനം എടുത്തു കൊടുത്തു, അപ്പൊ കാറ് വിറ്റ പൈസ ആന്റിയുടെ കയ്യിലല്ലേ വരേണ്ടത്, അത് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും അത് ശരിയാണെന്ന് തോന്നുവാണ്ട. ചന്ദ്ര അങ്ങനെ അതൊരു വലിയ പ്രശ്നമാക്കാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വിവരം രവിയോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രവിക്കും ഭയങ്കര ഞെട്ടലാവുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ രേവതിയോടായിട്ടാണ് ചന്ദ്ര ചോദിക്കുന്നത്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു, പക്ഷേ ഇപ്പൊ ഈ വീട്ടിലേക്ക് വരാൻ തൊട്ട് മുന്നെയാണ് ഞാൻ അറിഞ്ഞത്, സച്ചേട്ടൻ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവർ കെട്ടിയവരും കെട്ടികളും മനഃപൂർവ്വം മറിച്ച് വെക്കുന്നത് നമ്മളെല്ലാവരും വിഡ്ഢികളാക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, എന്റെ ചന്ദ്രൻ നീ ഒന്നും മിണ്ടായിരിക്കും, ഏത് സമയത്ത് രേവതിനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ നിനക്കൊരു സമാധാനം ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കാണുമ്പോൾ തന്നെ ചന്ദ്ര വിറഞ്ഞു തുള്ളുകയാണ് കേട്ടോ. മാത്രമല്ല രവി ഈ കാറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് സച്ചിക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞത് ശ്രുതിയാണെന്നും ഇതൊരു വലിയ പ്രശ്നമാക്കാനാണ് ഇവളെ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചിക്ക് മനസ്സിലാവുകയാണ്. എന്നിരുന്നാലും സച്ചി നല്ല മാന്യമായി തന്നെ രവി ചോദിച്ചതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട്. എന്നാൽ എന്ത് കാര്യത്തിനാണ് കാറ് വിറ്റതെന്നുള്ള കാര്യം സച്ചി ആ സമയത്ത് പറയുന്നില്ല കേട്ടോ. കാരണം ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ശരത്തിന്റെ പ്രശ്നവും എല്ലാവരുമായിട്ട് തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛനോട് എല്ലാ കാര്യവും തുറന്നു പറയാൻ സമയമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സച്ചി റൂമിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മുടെ രേവതി എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കാർ സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ്. മഹേഷിനോടായിട്ട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയാണ് കേട്ടോ. സച്ചിയേട്ടൻ എന്തിനു വേണ്ടിയാണ് കാറ് വിറ്റതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സച്ചി കാറ് വിറ്റതെന്നൊക്കെ മഹേഷ് പറയുമ്പോഴത്തേക്കും രേവതിക്ക് സങ്കടമാവുന്നുണ്ടെങ്കിലും അതിലുപരി സന്തോഷമാവാണ്. കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നല്ല കാര്യത്തിനാണല്ലോ സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ സച്ചി ഒരിക്കലും രേവതി കുറ്റം പറയുന്നില്ല കേട്ടോ. എന്നാൽ നമ്മുടെ മഹേഷ് പറയുന്ന മറ്റൊരു കാര്യം അത് രേവതിക്ക് നല്ല രീതിയിൽ തന്നെ വേദനിപ്പിക്കുകയാണ്. മഹേഷ് പറയുന്നുണ്ട്, ആന്റണി ഇവിടെ വന്നതിന് ശേഷം സച്ചി കാല് പിടിച്ചാൽ മാത്രമേ ഞങ്ങളുടെ വണ്ടി തിരികെ തരുവുള്ളൂ എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, എന്ത് സച്ചേട്ടൻ ആ പലിശക്കാരന്റെ കാല് പിടിക്കാൻ, അവനെ ഞാനിന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നേരെ ചെല്ലുന്ന ആന്റണിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ആന്റണി നല്ല കണക്കിന് തന്നെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ആന്റണി തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ആന്റണിയുടെ കൂടെ നിൽക്കുന്നവർ രേവതി പോയതിനു ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ ആന്റണി ചേട്ടൻ ഇങ്ങനെ പ്രതികരിക്കാതെ എന്നത്, അവളെ സച്ചിയുടെ ഭാര്യയല്ലേ, നല്ല കണക്കിന് തന്നെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് വേണ്ട, അവൾ സച്ചിയുടെ ഭാര്യയാണ്, പക്ഷെ അതിലുപരി ശരത്തിന്റെ ചേച്ചിയാണ്. നിനക്കറിയാലോ, ഞാനും ശരത്ത് തമ്മിൽ പരിചയപ്പെട്ടിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ അവന്റെ ചേച്ചി എന്ന് വെച്ചാൽ ജീവനാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും അവൻ നമ്മളെ നേരെ തിരിയും. അവൻ നമ്മുടെ നേർക്ക് തിരിഞ്ഞാൽ നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് തന്നെ ശരത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം സച്ചിക്കെട്ടും രേവതിക്കെട്ടും പാര പണിയാൻ. ഇരുവരെ 2 വശത്താക്കണം എന്നൊക്കെ ആന്റണി പറയുകയാണ് കേട്ടോ. എന്നിരുന്നാലും രേവതിയുടെ വാക്കുകൾ, അതായത് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആന്റണിയോടായിട്ട് രേവതി പറയുന്നുണ്ട്, ഇനിയും എന്റെ സച്ചിയേട്ടന്റെ കുറുകെ നീ വന്നു കഴിഞ്ഞാൽ എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് നിന്റെ മുഖത്ത് പതിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് പിണക്കങ്ങളും മറ്റും മറന്നുകൊണ്ട് നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി മുൻകൈ എടുത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.